ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എവിടെയാ പോണേന്നറിയോ? ഇഡ്ഡലി കട. സുധ ഇഡ്ഡലി കട. ആരുടെയോ? വെങ്കിച്ചേട്ടൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ സുടുസുട ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പത്മനാഭ സ്വാമിക്ഷേത്രത്തിനടുത്തുള്ള നടൻ വെങ്കിയുടെ കടയിലേക്ക് വന്നതാണ്. പക്ഷേ സംഭവം നമ്മളിതേ അവിടെ വന്നപ്പോഴത്തേക്കും ഇന്ന് കട തുറന്നിട്ടില്ലായിരുന്നു. ഇന്ന് സൺഡേ ആണ്. ഇപ്പം ഇനി സൺഡേ അവധിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കടയില്ലായിരുന്നു. അപ്പോൾ ദേ മോള് ഭയങ്കര വിഷമമായി. ഇഡ്ഡലി ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ. എന്നിട്ടും ഭയങ്കര പിണക്കമായി. പിന്നെ നമ്മളിതേ അവിടുത്തെ അടുത്തുള്ള പാർക്കിലൊക്കെ കയറി കളിച്ചിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ വീണ്ടും വേറൊരു ദിവസം വീണ്ടും വന്നിരിക്കുകയാണ്. പ്രാവശ്യം നമ്മൾ നേരത്തെ എത്തി. കട സ്റ്റാർട്ടായിട്ടില്ല, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 7 മണി കഴിയും എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിതേ അവിടെയെല്ലാം ചുറ്റി നടന്ന് കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും വന്നു. വീണ്ടും നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നിറയെ ഒരുപാട് ആളുണ്ടായിരുന്നു. നല്ല ലേറ്റ് ആവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് വന്നിട്ട് കഴിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അവരൊരു ബുക്കുണ്ട്, ബുക്കിൽ നമ്മളുടെ പേരൊക്കെ എഴുതി വെച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും. 3 ടൈപ്പ് ഇഡ്ഡലിയാണ് ഉള്ളത്. പൊടി ഇഡ്ഡലി, ബട്ടർ ഇഡ്ഡലി, സോയ ഇഡ്ഡലി. അപ്പോൾ 3ഉം നമ്മൾ ഓരോ പ്ലേറ്റ് വെച്ച് മേടിച്ചു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വെങ്കിയെ കാണാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ആളെന്നും അവിടെ കാണില്ലായിരിക്കും. അപ്പം അത് ഓരോന്ന് റെഡി ആകുമ്പം ഓരോന്നായിട്ടാണ് പേര് വിളിച്ച് തരുന്നത്. ജസ്റ്റ് വായിൽ വെച്ചോ. ഇഷ്ടപ്പെട്ടോ? ഇതും കൊള്ളാം, പക്ഷെ ഏരിയ ആയതുകൊണ്ടാണ് കഴിക്കാതെ അല്ലേ? ആമിക്ക് ഏരിയ അല്ലേ, അതുകൊണ്ടാണ് കഴിക്കാതെ. എനിക്ക് 3 ഇഡ്ഡലി ഇഷ്ടമായി കേട്ടോ. പക്ഷേ കൂടുതൽ ഇഷ്ടമായത് സോയ ഇഡ്ഡലിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോയ ഇഡ്ഡലി എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഈ അകത്ത് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന സംഭവമൊന്നും ഇഷ്ടമല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലി ഇഷ്ടമല്ലാത്ത ആളാണ് മോള്, പക്ഷെ അവൾക്കും സോയ ഇഡ്ഡലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. മൂന്നരയ്ക്കോ